നാറാണത്ത് ഭ്രാന്തനെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. ആരാണ് അദ്ദേഹം? അദ്ദേഹത്തെ സാധാരണ ഒരു ഭ്രാന്തനായിട്ടാണ് വിശേഷിപ്പിക്കാറുള്ളത്. അദ്ദേഹം എന്താണ് ചെയ്യുന്നത്? വലിയ ഉരുളൻ കല്ലുകൾ, ഭാരമുള്ള ഉരുളൻ കല്ലുകൾ ഒരു മലയുടെ മുകളിലേക്ക് കയറ്റും. എന്നിട്ട് അത് താഴേക്കിടും. അത് താഴേക്കിടുമ്പോൾ അദ്ദേഹത്തിന് വലിയ സന്തോഷമാണ് അത് ഉരുണ്ട് താഴേക്ക് എത്തുന്നത് കാണാൻ. അദ്ദേഹം പൊട്ടിച്ചിരിക്കാറുണ്ട്. ഇത് കണ്ട എല്ലാവരും അദ്ദേഹത്തെ ഭ്രാന്തൻ എന്ന് വിളിക്കുകയാണ് ചെയ്യുന്നത്. സത്യത്തിൽ അദ്ദേഹം വലിയൊരു തത്വമാണ് ഇതിലൂടെ നമ്മളെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നത്. അതായത് നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഒരുപാട് സൗകര്യങ്ങൾക്ക് വേണ്ടി, സുഖങ്ങൾക്ക് വേണ്ടിയെല്ലാം ഒരു ഓട്ടപ്രദക്ഷിണാണ്. അതായത് നമുക്ക് നമ്മുടെ ഫാമിലിയോടൊപ്പം ചിലവഴിക്കാൻ സമയമില്ല, നമുക്ക് നമ്മളെ സ്നേഹിക്കാൻ, നമ്മളെക്കുറിച്ച് കരുതാൻ ഇതിനൊന്നും സമയം ലഭിക്കുന്നില്ല. സമ്പത്ത് വാരിക്കൂട്ടാനും അല്ലെങ്കിൽ ജോലി സമ്പാദിക്കാൻ, പഠിക്കാൻ, അങ്ങനെ പലതിനുമായിട്ട് നമ്മൾ നമ്മുടെ സമയം ചെലവഴിക്കുകയാണ്. ഈ ഓട്ടപ്പാച്ചിലിനിടയിൽ നമ്മൾ ഈ ഭാരവും പേറിയാണ് നമ്മൾ ഓരോ ദിവസവും നടക്കുന്നത്. ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഒരു അത്യുന്നതത്തിലേക്ക് എത്താണ്. അതായത് ഈ ഭാരമുള്ള പാറക്കഷ്ണത്തിനെ അദ്ദേഹം വലിയൊരു പർവ്വതത്തിൻ്റെ മുകളിലേക്ക് എത്തിക്കുന്നത് പോലെ നമ്മളെ ഒരുവിധം എല്ലാം നേടി എന്നുള്ള ഒരു ഭാവത്തിലേക്ക് എത്തുമ്പോൾ എന്ത് സംഭവിക്കും? പെട്ടെന്ന് നമുക്കൊരു അസുഖമോ അല്ലെങ്കിൽ എന്തെങ്കിലും അപകടമോ ആപത്തുകളോ ഒക്കെ നമ്മുടെ ജീവിതത്തിൽ വരികയാണ്. അങ്ങനെ സംഭവിക്കുമ്പോൾ അപ്പോഴാണ് നമ്മൾ തിരിച്ചറിയണത് ഈ നേടിയതെല്ലാം വളരെ ഒരു നിമിഷാർദ്ധം കൊണ്ട് തന്നെ അതൊക്കെ പോവുകയാണ് എന്നുള്ളത്. അതായത് ആ വലിയ ഉരുളൻ കല്ല് മലയ്ക്ക് മേലെ നിന്ന് അദ്ദേഹം താഴേക്ക് എറിയുന്ന അത്രയും നിസ്സാരമായിട്ട് കഷ്ടപ്പെട്ട് വാരിക്കൂട്ടിയതെല്ലാം നഷ്ടപ്പെടുകയാണ് എന്നുള്ള തിരിച്ചറിവ് നമുക്ക് ലഭ്യമാകുന്നത് എപ്പോഴാണ്? നമുക്കൊരു ആപത്തോ അപകടമോ വരുമ്പോഴായിരിക്കും. അതാണ് സത്യത്തിൽ അദ്ദേഹം ഇവിടെ നമ്മൾ ഈ ഉരുളൻ കല്ല് ഉരുട്ടി താഴെ ഇടുന്നത് വഴി നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അപ്പോൾ ഉള്ള സമയം കൊണ്ട് നമ്മൾ എന്ത് ചിന്തിക്കണം? എന്തിനാണ് നമുക്ക് ഈ മനുഷ്യജന്മം? വളരെ ശ്രേഷ്ഠമായിട്ടുള്ള മനുഷ്യജന്മമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അത് എന്തിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കണം? നമ്മെ അറിയാൻ നമ്മൾ ഉപയോഗിക്കണം. ഓരോ നിമിഷവും സന്തോഷമായിട്ടിരിക്കാൻ ശ്രമിക്കണം. ഓരോ നിമിഷവും ആ നിമിഷത്തെ ആസ്വദിക്കാനായിട്ട് നമ്മളതിനെ പ്രയോജനപ്പെടുത്തണം. കൂടുതൽ കൂടുതൽ അറിവുകൾ നേടാനായിട്ട് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കണം. അല്ലാതെ വളരെ കുറച്ച് സമയം മാത്രം നീണ്ടു നിൽക്കുന്ന സുഖഭോഗങ്ങൾക്ക് പിറകെ പോകുമ്പോൾ ശാശ്വതമായിട്ടുള്ള സുഖത്തെ തിരിച്ചറിയാതെ വെറും കയ്യാലെയാണ് നമ്മളിവിടെ നിന്ന് തിരിച്ചു പോകുന്നത്. ഈ നേടിയതൊന്നും നമ്മൾ കൊണ്ടുപോകുന്നില്ല. ശാശ്വതമായ സുഖവും സന്തോഷവും അനുഭവവും നമുക്കുണ്ടെങ്കിലോ ഈ മരണഭയത്തിൽ നിന്നും എല്ലാ ഭയങ്ങളിൽ നിന്നും നമുക്ക് മുക്തി നേടുകയും വളരെ സന്തോഷത്തോടെ തന്നെ നമുക്ക് ഇവിടെ നിന്ന് പോകാൻ സാധിക്കുകയും ചെയ്യും. കാരണം ഇത് പരലോകമാണ്. നമ്മുടെ ഇഹലോകത്തിലേക്ക് നമുക്ക് എത്തണമെങ്കിൽ ഭഗവാനെ തിരിച്ചറിയണം, നമ്മൾ ആരാണെന്ന് സ്വയം തിരിച്ചറിയണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ സമയവും ചിന്തകളും എല്ലാം വിനിയോഗിക്കാൻ നമുക്ക് സാധ്യമാവട്ടെ. അപ്പോൾ നാറാണത്ത് ഭ്രാന്തൻ നൽകുന്ന വലിയൊരു തത്വം അല്ലെങ്കിൽ ഉപദേശം എന്താണെന്ന് മനസ്സിലാക്കുക. വെറുതെ അദ്ദേഹത്തെ ഭ്രാന്തൻ എന്ന് മുദ്ര കുത്താതിരിക്കുക.